സ്വർഗകൈരളി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഗണപതി എന്ന ബാലകഥയുടെ 7ാം ഭാഗം കേൾക്കാം. രചന വിജയശാന്തൻ കോമളപുരം. അവതരണം ഗായത്രി ജഗദീശൻ. അങ്കിൾ, പാപ്പാങ്കിൾ, ടിവിയിലെ വാർത്ത കണ്ടോ? ആന 2 പേരെ കൊന്നിട്ട് ആശുപത്രി പടിക്കൽ കൊണ്ടിട്ട് പോയെന്ന് ഫ്ലാഷായി എഴുതി കാണിക്കുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി അർജുൻ ടിവിയുടെ മുന്നിലെത്തി. വാർത്താ ചാനൽ മാറ്റി മാറ്റി നോക്കി. ഓരോന്നിലും വ്യത്യസ്ത വാർത്തകൾ. കാട്ടാനക്കൂട്ടങ്ങൾ കാടിറങ്ങി നാട്ടിലെത്തിയിരിക്കുന്നു. കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു. 2 കൃഷിക്കാരെ തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിഞ്ഞിരിക്കുന്നു. സാരമായ പരുക്കുണ്ട്. 2 പേർക്കും ബോധം വീണിട്ടില്ല. ഈ വാർത്തകളൊന്നും സത്യമല്ല. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നായാട്ടുകാർ വനത്തിൽ എത്തിയിരിക്കുന്നു. സംശയമില്ല. ഗണപതിയും കമലയും സുരക്ഷിതരാണോ? എത്രയും വേഗം മടങ്ങണം. പാപ്പാങ്കിൾ, അത് കണ്ടോ? മരിച്ചെന്ന് പറഞ്ഞവർ മരിച്ചിട്ടില്ലെന്ന്, അവർക്ക് ബോധം വീണെന്ന്. എല്ലാവരും ടിവിയിൽ നോക്കിയിരിക്കുന്നു. 2 പേരുടെയും കിടക്കയ്ക്ക് ചുറ്റും ക്യാമറയും മൈക്കുമായി വലിയ മാധ്യമ പട. 2 പേരും കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ വിശദീകരിച്ച് പറയുന്നു. ഞാൻ നാണു, ഇത് അരശൻ. ഞങ്ങൾ കൃഷിക്കാരല്ല, ഫോറസ്റ്റ് ഗാർഡുകളാണ്. ഒരു സംഘം നായാട്ടുകാർ വന്നിരുന്നു. ഞങ്ങൾ 2ആളും അവരെ പിന്തുടർന്നു. ഭാഗ്യദോഷമെന്ന് പറയട്ടെ, ഞങ്ങൾ അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു. അവർ ഞങ്ങളെ പിടിച്ചു കെട്ടി, വായിൽ തുണി തിരുകി കയറ്റി, നല്ലതുപോലെ ഉപദ്രവിക്കുകയും ചെയ്തു. അവിടെ അടുത്തായിരുന്നു താവളം. ഉപയോഗശൂന്യമായ ഒരു ബാത്ത് അറ്റാച്ച്ഡ് റൂം ഉണ്ടായിരുന്നു. ഞങ്ങളെ 2 പേരെയും അതിനകത്താക്കി. സന്ധ്യയാകാറായപ്പോൾ മുറി പുറത്തു നിന്നും പൂട്ടി അവർ എങ്ങോട്ടോ പോയി. ബന്ദികളായ ഞങ്ങൾ ഭിത്തിയിൽ ചാരിയിരുന്നു. ക്ഷീണിതരായിരുന്നതുകൊണ്ട് മയങ്ങി. എന്തൊക്കെയോ ശബ്ദം കേട്ട് മയക്കത്തിൽ നിന്നും ഞങ്ങൾ ഉണർന്നു. എന്താണ് നടക്കുന്നതെന്നറിയാൻ കഴിഞ്ഞില്ല. എങ്ങും കൂരിരുട്ടു മാത്രം. താക്കോൽ പഴുതിലൂടെ പുറത്തേക്ക് നോക്കി. മല പോലത്തെ ഒരു ഭീകരജീവി കെട്ടിടമാകെ ഇടിച്ചു പൊളിക്കുന്നു. മരണത്തെ മുന്നിൽ കണ്ട് ഞങ്ങൾ ഭയന്നു വിറച്ചു. തല ഇറങ്ങുന്നത് പോലെ തോന്നി. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. നിങ്ങൾ ഇവിടെ ഈ ആശുപത്രി പടിക്കൽ എങ്ങനെ വന്നെത്തി? കൂടി നിന്നവരിൽ ഒരാൾ ചോദിച്ചു. ഇവിടെ എത്തിയത് എങ്ങനെയെന്ന് ഞങ്ങൾക്കറിയില്ല, അല്ലേ അരശ? അതെ, ഞങ്ങൾക്കൊന്നും അറിയില്ല. ആനപ്പിണ്ടം കണ്ടതുകൊണ്ടാ ആന ഉപദ്രവിച്ചതെന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയായത്. കാട്ടാന ഉപദ്രവിച്ചെന്നും കൊന്നെന്നുമൊക്കെ തെറ്റായ വാർത്ത പരന്നതാ. നിങ്ങൾ ഇവിടെ എത്തിയതെങ്ങനെ? എന്തെങ്കിലും ഒരു തുമ്പ്? ഒരു റിപ്പോർട്ടർ ആരാഞ്ഞു. എന്റെ പൊന്നു സാറന്മാരെ, ഞങ്ങൾക്കൊന്നും അറിയില്ല. നായാട്ടുകാർ ഞങ്ങളെ 2 പേരെയും ബന്ദികളാക്കി ബാത്റൂമിൽ പൂട്ടിയിട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. ഒരു പറ്റം പോലീസുകാർ അവിടെ എത്തി. എല്ലാവരെയും പുറത്താക്കി കടകടച്ചു. ഡ്യൂട്ടി ഡോക്ടറുടെ സാന്നിധ്യത്തിൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ തുടങ്ങി. ടിവിയിൽ മറ്റു വാർത്തകൾ കാണിക്കാൻ തുടങ്ങി. സോനുവും ചുട്ടനും ഗണപതിയുടെ അടുത്തെത്തി. ഗണപതിക്ക് കൂട്ടായി നാഗിയും. ഒന്നും അറിയാത്ത ഭാവത്തിൽ വാരിക്കുഴിയിലേക്ക് പോയി. ഗണപതിയുടെ ദേഹമാസകലം ചെറിയ ചെറിയ മുറിവുകൾ. സോനുവും ചുട്ടനും പച്ചില മരുന്നുണ്ടാക്കി ദേഹത്ത് പുരട്ടിക്കൊടുത്തു. അവൻ അനുസരണയോടെ കിടന്നു. കമലമ്മ മകനെ നോക്കി എന്തൊക്കെയോ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. നാഗി എല്ലാം വീക്ഷിച്ചുകൊണ്ട് മാറിയിരുന്നു. 2 ദിവസം കഴിഞ്ഞു. മൂപ്പൻ 2 ആനകളെയും നദിക്കരയിലേക്ക് കൊണ്ടുപോയി. അമ്മയും മകനും വെള്ളത്തിൽ മുങ്ങിക്കിടന്നു. 1.5 മണിക്കൂറെങ്കിലും അങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക പതിവാണ്. മൂപ്പൻ പനമ്പട്ട വെട്ടാൻ പനയിൽ കയറി. 10 മിനിറ്റ് പോലും എടുത്തില്ല. നദിയിലേക്ക് നോക്കിയ മൂപ്പൻ ഞെട്ടി. ഗണപതിയെയും കമലയെയും കാണാനില്ല. നീന്തിപ്പോയതാണോ എന്നറിയാൻ നദിക്കരയിലൂടെ നടന്നു. കണ്ടില്ല. നല്ല ഉയരമുള്ള വൃക്ഷത്തിൽ കയറി എല്ലായിടത്തും നോക്കി. കണ്ടെത്താൻ കഴിഞ്ഞില്ല. മൂപ്പൻ പരിഭ്രമിച്ചു.
ഭയപ്പാടോടെ വീട്ടിലേക്കോടി. മക്കളെ വിവരമറിയിച്ചു. എന്തു ചെയ്യണമെന്ന് ഒരു രൂപവും കിട്ടിയില്ല. ചുട്ടു, എന്താ അക്കമ്മേ? വാരിക്കുഴിയിൽ നാഗി ഉണ്ടോന്ന് നോക്കിക്കേ. അവൻ പോയി നോക്കി. വേഗം തിരിച്ചെത്തി. നാഗിയെ കാണുന്നില്ല. നാഗിയെയും കാണാനില്ലെന്നോ? അപ്പാ, നമ്മൾ എന്താ ചെയ്യുക? അദ്ദേഹവും സ്ഥലത്തില്ല. അമ്മ വിഷമിക്കാതിരിക്കി, ഞാനും ചുട്ടനും നോക്കിയിട്ട് വരാം. വേണ്ട കുഞ്ഞെ, എന്തമ്മ സാധാരണ എങ്ങോട്ടും പോകാറില്ല. കാട്ടിലാണെങ്കിൽ നായാട്ടുകാരും വിളവെടുപ്പിനായി കഞ്ചാവ് കൃഷിക്കാരും എത്തിയിട്ടുണ്ട്. പോരാത്തതിന് അർജുൻ ഇല്ലാത്ത സമയവും. ആകെ ഭയം തോന്നുന്നു. അപ്പ മറ്റുള്ളവരെ സംഘടിപ്പിക്കട്ടെ. വാരിക്കുന്തവും എല്ലാം ഒന്ന് മിനുക്കിയെടുക്കണം. എല്ലാവരെയും കൂട്ടി സംഘം ചേർന്നു പോകാം. നിങ്ങൾ 3 പേരും വാരിക്കുഴിയിൽ ഇരുന്നാൽ മതി. കമലയും ഗണപതിയും വരികയാണെങ്കിൽ നേരെ വാരിക്കുഴിയിലെത്തും. മക്കൾ പേടിക്കണ്ട. അപ്പ പറഞ്ഞതുപോലെ ചെയ്യ്. ശരി അപ്പ. ഉച്ചയോടുകൂടി മൂപ്പൻ മറ്റുള്ളവരെ സംഘടിപ്പിച്ചു. എല്ലാവരുടെയും കയ്യിൽ വാരിക്കുന്തമുണ്ടായിരുന്നു. കൂടാതെ അമ്പും വില്ലും. സോനു രഹസ്യമായി കൊടുത്ത നിർദ്ദേശം കൂടി കണക്കിലെടുത്തുകൊണ്ട് മൂപ്പൻ അവരെ മുന്നോട്ട് നയിച്ചു. കുറച്ചു ദൂരം ചെന്നപ്പോൾ തന്നെ അവർ കണ്ടു കഞ്ചാവ് ചെടികൾ. കെട്ടുകണക്കിന്. എല്ലാം നശിപ്പിച്ചിരിക്കുന്നു. ലക്ഷക്കണക്കിന് വില വരുന്ന കഞ്ചാവ് അനാഥമായി കിടക്കുന്നു. മൂപ്പ, കാട്ടാനകൾ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെവിടെ പിണ്ടങ്ങൾ കിടക്കുന്നു. ശരിയാ കുഷ. കാട്ടാനക്കൂട്ടങ്ങൾ കഞ്ചാവ് കൃഷി നശിപ്പിക്കുകയോ? വേറെ ആരെങ്കിലും ആയിരിക്കുമോ മൂപ്പ? ചെറുപ്പക്കാരനായ ശങ്കു സംശയിച്ചു. ശങ്കു സംശയിച്ചതിൽ തെറ്റില്ല. ഏതായാലും കരുതിയിരിക്കണം. ഏതു നിമിഷവും ആക്രമണം പ്രതീക്ഷിക്കാം. ശരിയാ മൂപ്പ, ഒരാക്രമണം പ്രതീക്ഷിക്കാം. എല്ലാവരും വാരിക്കുന്തം പ്രയോഗിക്കാൻ തയ്യാറായിരിക്കണം. അവർ മുന്നോട്ടു നീങ്ങി. അയ്യോ, എൻ്റെ അമ്മോ, എന്തോരം കഞ്ചാവാ കിടക്കുന്നത്. നമുക്ക് ഇതെല്ലാം കൂട്ടിയിട്ട് തീ വെക്കാം മൂപ്പ. കഞ്ചാവ് നശിക്കുകയും ചെയ്യും. വന്യമൃഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യാം. കേളൻ പറഞ്ഞത് ശരിയാ മൂപ്പ. നമുക്കിത് നശിപ്പിച്ചിട്ട് പോകാം. ആരെങ്കിലും വന്ന് ശേഖരിച്ചാലോ? എല്ലാവരും കൂടി ചെറു കൂനകളാക്കി കഞ്ചാവ് കൂട്ടിവെച്ചു. ഉണങ്ങിയ ചുള്ളികളും ഇലകളും അതിൻ്റെ പുറത്തേക്കിട്ടു. ഓരോന്നിനും തീ കൊളുത്തി. ഒരു പ്രത്യേക ഗന്ധം അന്തരീക്ഷത്തിനുണ്ടായി. എല്ലാം നല്ല രീതിയിൽ കത്തുന്നത് കണ്ടുകൊണ്ട് അവർ മുന്നോട്ടു നീങ്ങി. കുറെ ദൂരം പിന്നിട്ട് കഴിഞ്ഞു. കമലമ്മയെയും ഗണപതിയെയും കണ്ടെത്തിയില്ല. ചിലർ ഉറക്കെ വിളിച്ചു, ഗണപതി, ഗണപതി, ഗണപതി. ഒരു മറുപടിയും ലഭിച്ചില്ല. അമ്മയും മകനും കൂടി എന്തു പണിയാ തന്നത്? ഓരോന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സംഘം മുന്നോട്ടു നീങ്ങി. എല്ലാവരും ഒന്ന് നിന്നേ. എന്തോ ശബ്ദം കേൾക്കുന്നില്ലേ? ആ, ശരിയാ, എന്തോ കേൾക്കുന്നുണ്ട്. അവർ നിശബ്ദരായി. ശബ്ദം കേൾക്കുന്നിടം ലക്ഷ്യമാക്കി നടന്നു. നടന്നു നടന്നവർ ചെന്നു. കണ്ടു. ആ കാഴ്ച അവരെ പേടിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. കുറച്ചുകൂടി അടുത്തു ചെന്നപ്പോൾ സന്തോഷത്താൽ ആർപ്പ് വിളിച്ചു. കുറെ ആനകൾ, അതും കാട്ടാനകൾ. അവരുടെ മുന്നിലായി ഗണപതിയും കമലയും ഒരു നേർരേഖ പോലെ നടന്നു നീങ്ങുന്നു. എന്തൊക്കെയോ ചുമ്മിക്കൊണ്ടാണ് അവർ നീങ്ങുന്നത്. അവർ കുറച്ചുകൂടി അടുത്തെത്തി. അവർ വ്യക്തമായി കണ്ടു. ഏറ്റവും മുന്നിലായി നടന്നു വരുന്നത് ഗണപതി. ഗണപതിക്ക് പിന്നിലായി കമലമ്മ. കമലമ്മയുടെ പിന്നാലെ ഒന്നിനു പിറകിൽ ഒന്നായി കുറെ ആനകൾ. ഇങ്ങനെയൊരു കാഴ്ച അവർ ആദ്യമായി കാണുകയാണ്. അത്ഭുതത്തോടെ നോക്കി നിന്നു. അതാ തുമ്പിക്കൈകളിൽ ഉരുളൻ തടികൾ. ഈ തടികളും ചുമ്മിക്കൊണ്ട് എങ്ങോട്ടാ മൂപ്പ ഇവർ പോകുന്നത്? അവർ കടന്നു പോകട്ടെ. അവർക്കു പിന്നാലെ നമുക്കും പോകാം. ശരിയാ മൂപ്പ. എല്ലാവരും നിശബ്ദരായി വഴിയിൽ നിന്നും മാറി ഒതുങ്ങി നിന്നു. ആനകൾ ചുമ്മിക്കൊണ്ടുപോകുന്ന തടികൾ കണ്ട് അവർ ഞെട്ടിപ്പോയി. എല്ലാം ചന്ദനമരങ്ങൾ.
കോടികൾ വില വരും. ആനകൾ വേഗം നടന്ന് നദിക്കരയിലെത്തി. ചന്ദനമരങ്ങൾ അടുക്കി വെച്ചു. വന്ന വഴിയിലൂടെ തന്നെ വേഗം തിരിച്ചുപോയി. മൂപ്പാ, എല്ലാവരും തിരിച്ചുപോയല്ലോ. മൂപ്പൻ എന്തു തോന്നുന്നു? ചന്ദനത്തടികൾ ഇനിയും കാണും. ശരിയാ മൂപ്പ. എന്നാലും ഈ കാട്ടാനക്കൂട്ടം നാട്ടിലേക്ക് ഇറങ്ങിയില്ലേ? നമ്മൾ കരുതലോടെ ഇരിക്കണം. ഗണപതിയും കമലയും കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ആനകളെ പേടിക്കേണ്ടതില്ല. മറ്റു ചിലരെയാണ് സൂക്ഷിക്കേണ്ടത്. 3-4 ദിവസം മുമ്പ് 4 പേർ കുടിലിൽ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാ പോയത്. അർജുൻ സ്ഥലത്തില്ലാത്തതിന്റെ വിഷമമേ ഉള്ളൂ. മൂപ്പ, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും മറഞ്ഞിരിക്കാം. ഇവരുടെ ജോലി എപ്പോൾ തീരുമെന്ന് നോക്കാം. ആ പറഞ്ഞത് കാര്യാ മൂപ്പ. നമുക്കിവിടെ തമ്പടിക്കാം. ആരെങ്കിലും വന്നാൽ നേരിടുകയും ചെയ്യാം. നമുക്ക് ഈ ഇലഞ്ഞിമര ചുവട്ടിൽ തന്നെ ഇരിക്കാം. ആനകളുടെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഇരുന്നു. അതാ ഗണപതി. ഗണപതിക്ക് പിന്നിലായി കമലമ്മ. കമലയുടെ പിന്നാലെ മറ്റാനകളും. അവർ നടക്കുകയല്ല, ഓടുകയാണ്. നേരം പുലർന്നു. എല്ലാവരും പരസ്പരം വിളിച്ചുണർത്തി. നമ്മളെല്ലാം ഉറങ്ങിപ്പോയല്ലോ മൂപ്പ. ആനകളെല്ലാം കാട്ടിലേക്ക് പോയിന്നാ തോന്നണേ, അല്ലേ മൂപ്പ? മൂപ്പ, അത് കണ്ടോ? ചന്ദനമുട്ടികളുടെ കൂമ്പാരം. ഗണപതിയും കമലയും. മൂപ്പന്റെ ഉള്ളിൽ കൊള്ളിയാൻ പാഞ്ഞു. മൂപ്പൻ ഒന്നും പറയാതെ വേഗം വീട്ടിലേക്ക് പോയി. മൂപ്പൻ ഒന്നും പറഞ്ഞില്ലല്ലോ. നമ്മൾ ഇവിടെ ഇരിക്കണോ? പോണോ? പോകുകയോ? ഈ ചന്ദനമുട്ടികൾ ഇവിടെ ഇട്ടിട്ട് എവിടെ പോകാൻ? നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളിൽ 5 പേർ ഇവിടെ കാവലിരിക്കട്ടെ. ബാക്കിയുള്ളവർ മൂപ്പന്റെ കുടിയിലേക്ക് പോകട്ടെ. മൂപ്പനെ കണ്ട് എന്താ വേണ്ടതെന്ന് തിരക്കണം. മൂപ്പൻ പറയുന്നത് പോലെ ചെയ്യാം. എല്ലാവരും തലകുലുക്കി സമ്മതിച്ചു. ഈ കഥയുടെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം.